വൃക്കരോഗത്തിന് ചികിത്സയിലിരിക്കെ മരിച്ച മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ 57-കാരനായ ചന്ദ്രന്റെ കുടുംബത്തിന് 25,000 രൂപ കൈമാറി. ഒളപ്പമണ്ണ ദേവസ്വം അധികൃതരാണ് തുക കൈമാറിയത്. ചന്ദ്രന്റെ ഭാര്യ ചന്ദ്രികയ്ക്ക് അതേ ക്ഷേത്രത്തിൽ സ്വീപ്പർ തസ്തികയിൽ ജോലി നൽകുമെന്നും ദേവസ്വം അധികാരികൾ അറിയിച്ചു. ഒളപ്പമണ്ണ ദേവസ്വം പ്രസിഡന്റ് OM ഹരിനമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് തുക കൈമാറിയത്. ക്ഷേത്രത്തിലെ മറ്റൊരു ജീവനക്കാരൻ മുരളീധരനും 10,000 രൂപ കൈമാറി. മലബാർ ദേവസ്വം ബോർഡും ഒളപ്പമണ്ണ ദേവസ്വം അധികൃതരും തമ്മിൽ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം കൈമാറുകയാണ്. 4 ലക്ഷം രൂപയുടെ ശമ്പള കുടിശ്ശികയിരിക്കെയാണ് ചന്ദ്രൻ ചികിത്സയ്ക്ക് പണമില്ലാതെ മരണപ്പെട്ടത്. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. മലബാർ ദേവസ്വം ബോർഡിനെ പലവട്ടം സമീപിച്ചെങ്കിലും പണം നൽകിയില്ല. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് കഴിഞ്ഞ ബുധനാഴ്ച മരണപ്പെടുകയായിരുന്നു. 1996-ലാണ് ചന്ദ്രൻ ജോലിയിൽ പ്രവേശിച്ചത്. 2010 മുതൽ 2015 കാലത്ത് ശമ്പളം കിട്ടാതെയായി. ഏതാണ്ട് 3 ലക്ഷം രൂപയാണ് അന്ന് മുടങ്ങിയത്. കഴിഞ്ഞ വർഷവും പല സാങ്കേതിക കാരണങ്ങളാൽ ശമ്പളം വീണ്ടും 1 ലക്ഷത്തോളം രൂപ മുടങ്ങി. പ്രമേഹവും വൃക്കരോഗവും കൂടിയായതോടെ ചികിത്സ മുടങ്ങി. ഇതോടെ അനാരോഗ്യത്താൽ ജോലിയിൽ നിന്ന് സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി. എന്നിട്ടും കുടിശ്ശികയായ 4 ലക്ഷം രൂപ അനുവദിച്ചില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു. 15-ന് ചന്ദ്രികയുടെ നിയമന ഉത്തരവ് കൈമാറുമെന്ന് ഒളപ്പമണ്ണ ദേവസ്വം അധികൃതർ അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.